എല്ലാവർക്കും നമ്മളെ KK Area എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ബേഡ്സിനെ വളർത്തുന്ന ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബേഡാണ് സൺകുനൂർ. ഹാൻഡ് ഫീഡ് ചെയ്ത് വളർത്തുവാനും അതുപോലെ ഇന്ന് ബ്രീഡ് ചെയ്യിപ്പിക്കാനും ഒക്കെ നമ്മുടെ ഫാമുകളിലും അതുപോലെ വീടുകളിലും ഏവിയറികളിലൊക്കെ ബേഡ്സിനെ വളർത്തുന്ന രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ ഇറങ്ങി വരുന്ന ഒരു ബേഡാണ് സൺകുനൂർ. അപ്പോൾ ഹാൻഡ് ഫീഡ് ചെയ്യാനും അത് ഫീഡ് ചെയ്ത് വളർത്തുവാൻ ഇന്ന് ധാരാളം ആൾക്കാരുണ്ട്. കാരണം അവർ മനുഷ്യരുമായിട്ടുള്ള സ്നേഹം അവരുടെ ബോണ്ടിങ് ആണ്. അപ്പോൾ ഒരു സൺകുനൂറിന് നമ്മൾ ബ്രീഡിങ്ങിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ഫുഡുകൾ കൊടുക്കുക, അവരെ ബ്രീഡിങ്ങിലേക്ക് ശരിയായ ബ്രീഡിങ്ങിലേക്ക് ഫാസ്റ്റായിട്ട് കൊണ്ടുവരാനുള്ള മെത്തേഡുകൾ, അതെങ്ങനെ സ്റ്റെപ്പായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. ഭക്ഷണക്രമങ്ങൾ, അവർക്ക് രാവിലെ എന്ത് കൊടുക്കണം, ഉച്ചയ്ക്ക് എന്ത് കൊടുക്കണം, വൈകുന്നേരം എന്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു ഓർഡറാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് തന്നെ നമുക്കൊരു 6 മാസം 7 മാസം ഒക്കെ ആയ സൺകുനൂറിൻ്റെ ചിക്കുകളെ DNA ചെയ്ത് 2 ബെഡ് ലൈനുള്ള മക്കളെ ചൂസ് ചെയ്ത് അവരെ നമുക്ക് ജോഡിയാക്കി ഏകദേശം ഒരു 2 കൊല്ലം കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുന്നത് നല്ലത്. 2-2.5 കൊല്ലം കഴിഞ്ഞിട്ട് ബ്രീഡ് ചെയ്യിപ്പിക്കുക ആകുമ്പോൾ ഉത്തമം 2.5 കൊല്ലമാണ്. എന്നാൽ അവരുടെ കറക്റ്റ് ശരീരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റാവും. അപ്പോൾ 2.5 കൊല്ലമാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി അതിൻ്റെ മുന്നേ ഫാസ്റ്റായിട്ട് ബ്രീഡ് ആവേണ്ടവരാണെങ്കിൽ ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആയ കുട്ടികളെ വാങ്ങും, ആയ ഒരു കറക്റ്റ് ജോഡികളെ വാങ്ങും. അപ്പോൾ ഇവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഫുഡുകൾ പച്ചക്കറി, വെജിറ്റബിൾ, ധാന്യങ്ങൾ, അതുപോലെ സോഫ്റ്റ് ഫുഡുകൾ, ഇലവർഗ്ഗങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ അതിൽ ഒന്നാമത് നമുക്ക് അതിരാവിലെ നമുക്ക് ഈ ഫ്രൂട്ട്സ് അതുപോലെ വെജിറ്റബിൾ, മുളപ്പിച്ച ധാന്യങ്ങൾ, ഇത് എല്ലാം കൂടി കൊടുക്കണമെന്നില്ല, ഓരോന്ന് കൊടുക്കുക. രാവിലെ ഇന്ന് ഒരു ദിവസം ക്യാരറ്റ് കൊടുത്താൽ നാളെ ബീറ്റ്റൂട്ട് കൊടുക്കുക, പിന്നെ ഒരു ദിവസം ആപ്പിൾ കൊടുക്കുക, അതുപോലെ അനാറ് കൊടുക്കുക, അല്ലെങ്കിൽ മുളപ്പിച്ച കടല, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുക. അത് ഓരോരുത്തർ എന്തൊക്കെയാണ് നമ്മളെ കയ്യിൽ നമുക്ക് കിട്ടുന്നത് അതുപോലെ കൊടുക്കുക. ഡെയിലി ഓരോ ഭക്ഷണം തന്നെ കൊടുക്കാതെ, ഇന്ന് കടല കൊടുത്താൽ നാളെ തന്നെ കടല കൊടുക്കരുത്. അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുമ്പോൾ ബേഡ്സിന് കഴിക്കാനും ഒക്കെ ഇഷ്ടമായിരിക്കും. നമുക്ക് മനുഷ്യർക്ക് ഒരേ ഫുഡ് കഴിക്കുമ്പോൾ ഒരു മടുപ്പല്ല അതന്നെ. അതുപോലെ തന്നെ ഒരു ഉച്ച സമയമാകുമ്പോൾ നമുക്ക് ഇവർക്ക് എന്ത് കൊടുക്കാം, സീഡ് മിക്സുകൾ. നമ്മൾ എന്തൊക്കെ സീഡാണ് കൊടുക്കുന്നത്, സൺഫ്ലവർ സീഡ്, അതുപോലെ മറ്റ് സൺഫ്ലവറിന് വേണ്ടിയിട്ടുള്ള അതുപോലത്തെ മിക്സുകൾ, അതുപോലെ നെല്ല്, അതുപോലത്തെ സീഡ് മിക്സുകളൊക്കെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ വൈകുന്നേരം അതുപോലെ തന്നെ നമുക്ക് ഇലവർഗ്ഗങ്ങൾ, അങ്ങനത്തെ സോഫ്റ്റ് ഫുഡുകളായ എഗ് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. അത് നിർബന്ധമാണൊന്നുമില്ല, ആവുന്നവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിളികൾ നല്ല ഹെൽത്തി ആവും. അവർ പെട്ടെന്ന് തന്നെ ബ്രീഡിങ്ങിലേക്കുള്ള ചുവടുകൾ എടുത്തു വെക്കും. അവർ പെട്ടെന്ന് തന്നെ അത് മീറ്റിങ്ങിലേക്ക് നടക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കിളികൾ ബ്രീഡാവുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണുക. അതുപോലെ നമ്മൾ ചാനൽ സപ്പോർട്ട് ചെയ്യുക, നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുമായി അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും വരുന്നത്.